ഗ്രൗണ്ട് ടെസ്റ്റിന് വേണ്ടി നിൽക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ സ്റ്റിക്കർ കണ്ട കുറേ കാണണം. ഈ സ്റ്റിക്കർ ഇല്ലാതെ ഒരു പരിപാടിയും നടക്കത്തില്ല. അതുപോലെ മീറ്റ് ടെസ്റ്റിന് വേണ്ടി പോയപ്പം മീറ്റ് ടെസ്റ്റിൻ്റെ അവിടെ നിന്ന് കിട്ടി സ്റ്റിക്കർ. ഈ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. നമ്മുടെ ഒപ്റ്റിമ ഓട്ടോറിക്ഷക്ക് ടെസ്റ്റ് ആയിരിക്കുവാണ്. പെയിൻറ്റ് വർക്കിംഗ് എല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ടാണ് എല്ലാം ക്ലിയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ പോയി ഇതൊക്കെ ഒന്ന് ചെയ്യണം. ഇതൊക്കെ ഉലിഞ്ഞിരിക്കുവാണ്. ഇത് ടോപ്പ് ഇപ്പോൾ മാറുന്നില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് ഉലിഞ്ഞതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യണം. പിന്നെ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഇല്ല, ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് എഴുതണം. അങ്ങനെ ചില്ലറ പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. വണ്ടി നല്ല വളരെ നീറ്റായിട്ട് തന്നെയാണ് പെയിൻ്റ് അടിച്ച് പിറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷം ഈ വീഡിയോ തന്നെ ഉൾക്കൊള്ളിച്ച് തന്നെ ഇടാം. ഇപ്പോൾ ഓട്ടയായിട്ട് പോകുന്ന നേരെ ആറാട്ട് വഴി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ഞാൻ പോകുന്നത്. വണ്ടീൻ്റെ ലെഫ്റ്റ് സൈഡിലെ ടയർ ഗ്രിപ്പ് കുറവാണ്. നല്ല ഗ്രിപ്പുള്ള ഒരു സെക്കൻഡ് ടയർ മേടിച്ചിടാമെന്ന് വിചാരിച്ചു. ലെഫ്റ്റ് സൈഡിലെ ടയർ അറിയാമല്ലോ, പൂർണ്ണമായിട്ട് പോയിരിക്കുവാണ്. അപ്പോൾ അത് പുതിയത് സെറ്റ് ചെയ്യണം. ടെസ്റ്റിന് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ടെസ്റ്റ് പാസ്സാക്കി തരത്തില്ല. നിലവിലിരിക്കുന്ന ടയറാകട്ടെ അത് സ്റ്റെപ്പിനായിട്ടും നമുക്ക് വെക്കാം. അങ്ങനെ ടയറിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് നിലവിൽ സ്റ്റെപ്പിനായിട്ട് ഇരുന്ന ടയർ തന്നെയാണ് കേട്ടോ. ഇത് ടയർ പൊട്ടിപ്പോയതായിരുന്നു. അതിൽ തന്നെ ടയർ നിറക്കാം. നിലവിൽ കിടക്കുന്ന ലെഫ്റ്റ് സൈഡിലെ ടയർ എടുത്ത് സ്റ്റെപ്പിനായിട്ട് വെക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ടയർ കടയിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ പോകുന്ന ബാറ്ററി കടയിലോട്ടാണ് പോകുന്നത്. വണ്ടീൻ്റെ ലെഫ്റ്റും റൈറ്റും ഇൻഡിക്കേറ്റർ പാർക്കൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അങ്ങനെ ബാറ്ററി വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. വണ്ടീൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ പാർക്കൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. ഇത് ഇവിടുത്തെ പൂച്ചയാണ്, ചുട്ടുമോൻ. ബാറ്ററി വർക്ക്ഷോപ്പിലാകട്ടെ താമസമൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഇൻഡിക്കേറ്ററും പാർക്കൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ എഴുത്തുപുരയെ കൊണ്ട് വണ്ടി കിട്ടും. ഓട്ടോ എഴുത്തുപുരയെ കൊണ്ടിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് എഴുതണം, പുറകിൽ പെർമിറ്റ് നമ്പർ എഴുതണം. അത് കഴിഞ്ഞ് തിരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. കാലിൽ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, ആണി കയറിയിട്ടുണ്ടായിരുന്നു. കാല് നല്ല ഇച്ചിരി സീനായിട്ടിരിക്കുക. ഇപ്പോൾ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി നാളെ പോയി എടുക്കാം. ഓക്കെ, പിറ്റേ ദിവസമായിട്ടുണ്ട്. ഞാനിപ്പം ബൈക്കിൽ പോകുന്നത് എഴുത്തുപുരയിലോട്ടാണ് പോകുന്നത്. അവിടെ ഇപ്പോൾ ഫ്രണ്ടിൽ നമ്പർ തെളിയിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, എഴുതാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ് കാണുമായിരിക്കും. അത് പോകണം. പിന്നെ കളക്ട്രേറ്റിൽ പേപ്പർ വെക്കണം. നമ്മുടെ വണ്ടീൻ്റെ ടെസ്റ്റിൻ്റെ ഡേറ്റ് എടുത്തിട്ടില്ല, ഡേറ്റ് എടുക്കണം. 1 മാസത്തെ കുടിശ്ശികയുണ്ട്, ഫൈനുണ്ട്. അപ്പോൾ അതും ക്ലോസ് ചെയ്യണം. അങ്ങനെയൊക്കെ നിൽക്കുന്നത്. ഇപ്പം അങ്ങോട്ട് പോകാം. നമ്മുടെ വണ്ടീൻ്റെ എഴുത്തുപുരയിൽ നിന്ന് വണ്ടി ഇറക്കിയിട്ടുണ്ട്. വണ്ടിയിൽ ഇവിടെ നമ്പർ എഴുതി, പിന്നെ ഇവിടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എഴുതി വണ്ടിയിൽ. പിന്നെ നമ്പർ പ്ലേറ്റൊക്കെ ഈ പെർമിറ്റ് നമ്പറൊക്കെ ഒന്ന് തെളിയിച്ചിട്ടുണ്ട്. വണ്ടീൻ്റെ സ്റ്റോപ്പ് എല്ലാം നല്ല വൃത്തിക്കാണ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അത് ഇനി നമ്മൾ വണ്ടി എടുത്തോണ്ട് പോകാൻ പോകുന്നത് ഈ ടോപ്പ് കണ്ട് ഉരിഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യണം. ഇത് ഫുള്ളഴിച്ച് പുതിയത് ഇടുന്നില്ല, ഇതിൻ്റെയൊക്കെ ആവശ്യം തന്നെ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിനൊന്ന് റീസെറ്റ് ചെയ്യുക. അപ്പം അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. മറ്റേ വണ്ടി പോലെയല്ല, അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. ഇത് 4 ക്ലച്ച് മോഡലായി ഓട്ടോ, ഒപ്റ്റിമ മോഡൽ, ആദ്യം ഇറങ്ങിയ മോഡലായത്. അതിനു മുമ്പായിട്ട് നമുക്ക് നേരെ കളക്ട്രേറ്റ് വരെ ഒന്ന് പോകണം. ടെസ്റ്റ് പേപ്പർ വെക്കാൻ വേണ്ടിയാണ്. ടെസ്റ്റിന്റെ കാര്യത്തിന് വേണ്ടി ഇപ്പോൾ കളക്ട്രേറ്റ് വന്നു. ഇപ്പോൾ ടെസ്റ്റ് പേപ്പറിന്റെ കാര്യമൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട്, ഡേറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കിയുള്ള പണികളെ സ്പീഡിൽ ചെയ്ത് തീർക്കണം. വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. വണ്ടീൻ്റെ 2 സൈഡ് മിറർ സെറ്റ് ചെയ്യണം. വർക്ക്ഷോപ്പിൽ അത്യാവശ്യം വണ്ടീൻ്റെ പണിയും തിരക്കിലൊക്കെ നിൽക്കുകയാണ്. മിറർ സെറ്റ് ചെയ്ത് മാറിയേക്കാം പെട്ടെന്ന്. അവിടെ തന്നെ പാച്ച് വർക്കിന് TVSൻ്റെ ഒരു ഓട്ടോ ഉണ്ട്. പിന്നെ അതുപോലെ അതുലിൻ്റെ ഓട്ടോ പാച്ച് വർക്ക് ഉണ്ട്. പുതിയ ഓട്ടോറിക്ഷയാണ് അത്. പിന്നെ കുട്ടി ഡീസൽ കിടക്കുന്നുണ്ട്, ഒരു പെട്രോൾ വണ്ടി കിടക്കുന്നുണ്ട് പാച്ച് വർക്കിന്. വന്നിരിക്കുന്ന ടോപ്പൊക്കെ സെറ്റ് ആക്കുന്ന കടയിലാണ് വന്നിരിക്കുന്നത്. ചെറിയ പണിയുണ്ട് നമുക്ക്. സൈഡൊക്കെ ഉലിഞ്ഞിരുന്ന ഫ്ലക്സിനൊക്കെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് ഒട്ടിക്കുവാണ് പുള്ളിക്കാരൻ. ഇനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട്. ചെറിയൊരു പരിപാടികളുണ്ട്. വണ്ടീൻ്റെ മീറ്ററുണ്ട്, മീറ്റർ പഠിപ്പിക്കണം. താലിയൊക്കെ മേടിച്ച് വെച്ചിരിക്കുകയാണ്. നാളെയാണ് മീറ്റർ ടെസ്റ്റ്. മറ്റന്നാൾ തിങ്കളാഴ്ചയാണ് വണ്ടിക്ക് ടെസ്റ്റ്. അപ്പോൾ അതിന് നമുക്ക് മീറ്ററിൻ്റെ ടെസ്റ്റിനുള്ള എല്ലാ സാധനങ്ങളും പേപ്പറെല്ലാം വെച്ച് ഓക്കെ ആയിരിക്കുകയാണ്. നാളെയാണ് നമുക്ക് മീറ്റർ ടെസ്റ്റ്. നാളെയാണ് നമ്മുടെ വണ്ടീൻ്റെ ടെസ്റ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊന്ന് വണ്ടി കഴുകിയെടുക്കാം. പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് പൊടിയൊക്കെ ആയി കിടക്കണം. നല്ല
കഴുകിയൊക്കെ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ നമുക്ക് പെയിന്റ് അടിക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. നാളെ ടെസ്റ്റാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് മറ്റേ നമ്മുടെ ചെറിയ വണ്ടിക്ക് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ താഴത്ത് പെയിന്റ് അടിക്കണം. അതിൻ്റെ പരിപാടിയിലാണ് നമ്മൾ. വണ്ടിയെ കൊണ്ട് നമ്മൾ നേരെ ഗ്രൗണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരെ ഗ്രൗണ്ടിലോട്ട്. കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റിക്കറിൻ്റെ കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞല്ലോ. സ്റ്റിക്കർ ഒട്ടിക്കാതെ ഒരു പരിപാടി നടക്കുന്നില്ല. ഇതിപ്പോൾ മീറ്റർ ടെസ്റ്റിന് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ സ്റ്റിക്കറാണ്. ഇതിപ്പോൾ ഗ്രൗണ്ട് ടെസ്റ്റിന് വേണ്ടി പൊട്ടിച്ച സ്റ്റിക്കറാണ്. ഇത് ഓരോ ഹോട്ടലും ഓരോ രീതിയിലുള്ള സ്റ്റിക്കറാണ്. അന്നേ ദിവസം ബജാജ് ഒപ്റ്റിമയായിട്ട് നമ്മുടെ ഓട്ടോറിക്ഷ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. വണ്ടി ടെസ്റ്റ് ചെയ്ത പോലെ തന്നെ നല്ല പോസ്റ്റാണ് ഇവിടെ. എല്ലാ ഓട്ടക്കാരും വെയിറ്റിംഗ് കിടക്കും. നീളത്തിൽ നിരയായിട്ട് കിടക്കുക. നല്ല പോസ്റ്റാണ് കേട്ടോ. ഇനി ഒരു സാറും കൂടെ ഉണ്ട് വണ്ടി നോക്കാൻ. അങ്ങനെ രണ്ടാമത്തെ സാറ് വന്നിട്ടുണ്ട്. വണ്ടി നോക്കി തുടങ്ങിയിട്ടുണ്ട് ഒന്നൊന്നായിട്ട്. ഗ്രൗണ്ടിൽ ഇട്ടിരിക്കുവാണ് ടെസ്റ്റിന് വേണ്ടി, ബ്രേക്കിന് വേണ്ടി. ഒരു പരിപാടിയും നടക്കത്തില്ല. സ്റ്റിക്കർ ഒട്ടിക്കാൻ നടക്കത്തില്ല. ഇതിപ്പം മീറ്റർ ടെസ്റ്റിന് വേണ്ടി ഇപ്പോൾ അവിടെ നിന്ന് തന്ന സ്റ്റിക്കറാണ്. ഇത് ഒട്ടിച്ചാൽ മീറ്റർ പാസ്സാക്കി തരത്തുള്ളൂ. അതേപോലെ ഇത് ഗ്രൗണ്ട് ടെസ്റ്റിന് കൊണ്ടുവന്നപ്പോൾ ഒട്ടിച്ചതാണ്. ഇവിടെ നിന്ന് മേടിച്ച് ഒട്ടിച്ചതാണ്. ഓരോ ഓട്ടോറിക്ഷക്കാരും ഓരോ രീതിയിലാണ് ഒട്ടിക്കുന്നത്. ഓരോ ഇപ്പോൾ സീറ്റിൻ്റെ ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അത് കസ്റ്റമർ കയറി കഴിഞ്ഞാൽ കാണുന്ന രീതിയിൽ ഇത് എഴുതണം സ്റ്റിക്കർ. ഞാൻ ഓരോന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓരോ വണ്ടിയിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. കണ്ടില്ലേ, വേറൊരു വണ്ടിയിൽ സീറ്റി എഴുതിയിരിക്കുന്നത്. ഇതേ വേറൊരു വണ്ടിയിലും സീറ്റിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഇതേ വേറൊരു വണ്ടിയിലും സീറ്റിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഇത് സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും. അതേപോലെ വേറൊരു സ്റ്റിക്കർ ഇംഗ്ലീഷിലും മലയാളത്തിലും. അതാണ് ഞാൻ തുടക്കം പറഞ്ഞത്, ഒരു പരിപാടിയും നടക്കത്തില്ലെന്ന്. എല്ലാ വണ്ടിയിലും ഇതേപോലെ ടെസ്റ്റ് നടത്തിയാണ് അന്നേ ദിവസം എല്ലാ വണ്ടിയും ടെസ്റ്റ് പാസ്സാക്കിയത്. അന്നേ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം. അങ്ങനെ ഏകദേശം എൻ്റെ വണ്ടീൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഇപ്പോൾ സാർ അടുത്ത് വരുമ്പോഴുള്ള വീഡിയോ ഞാൻ എടുക്കുന്നില്ല, അതെടുക്കാൻ പാടില്ല. നമ്മുടെ വണ്ടി ടെസ്റ്റ് പാസ്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ എപ്പോഴത്തെ പോലെ ഓടണം, വീട്ടിൽ പോകണം. ഇതൊക്കെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടാ.